നമസ്കാരം. വിമാനയാത്ര എന്നത് ആധുനിക മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതും ദൂരങ്ങളെ നിമിഷങ്ങൾ കൊണ്ട് കീഴടക്കാൻ സഹായിക്കുന്നതുമായ ഏറ്റവും വേഗമേറിയ യാത്രാമാർഗമാണ്. തുടക്കത്തിൽ തികച്ചും അപകട സാധ്യത നിറഞ്ഞ ഒരു പരീക്ഷണമായിരുന്ന വ്യോമയാന മേഖല ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഗതാഗത സംവിധാനമായി മാറിയതിന് പിന്നിൽ വലിയൊരു ചരിത്രവും ഒട്ടനവധി സുരക്ഷാ മുൻകരുതലുകളുടെ പരിണാമവുമുണ്ട്. ആകാശമാർഗമുള്ള യാത്രകൾ വർദ്ധിച്ചതോടെ അതിനൊപ്പം തന്നെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നു വന്നു. സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നുവോ അത്രത്തോളം തന്നെ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാക്കപ്പെട്ടു. ചരിത്രത്തിലുടനീളം സംഭവിച്ച ചെറുതും വലുതുമായ വിമാനാപകടങ്ങളും അതിൽ നിന്നും വ്യോമയാന ലോകം പഠിച്ചതുമായ പാഠങ്ങളാണ് ഇന്നത്തെ സുരക്ഷിതമായ വിമാനയാത്രയ്ക്ക് തറക്കല്ലിടുന്നത്. വ്യോമയാന ചരിത്രത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ പരിമിതികളും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അഭാവവും കാരണം നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു. എൻജിൻ തകരാറുകൾ, മോശം കാലാവസ്ഥ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളുടെ കുറവ്, ആശയവിനിമയ ഉപാധികളുടെ കുറവ് എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന വെല്ലുവിളികൾ. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സിവിൽ ഏവിയേഷൻ രംഗത്തുണ്ടായ അത്ഭുതപൂർവമായ വളർച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏകീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഇതിൻ്റെ ഫലമായിട്ടാണ് 1944 ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ രൂപീകൃതമാക്കുന്നതും ആഗോളതലത്തിൽ വിമാനയാത്രയ്ക്കായി പൊതുവായ സുരക്ഷാ ചട്ടങ്ങൾ നിലവിൽ വരുന്നതും. സുരക്ഷാ ആശങ്കകളുടെ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായത് പ്രധാനമായും 5 മേഖലകളിലെ തകരാറുകളും അതിന് കണ്ടെത്തിയ പരിഹാരങ്ങളുമാണ്. ആദ്യത്തേത് വിമാനങ്ങളുടെ ഘടനയും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതായിരുന്നു. പൈലറ്റുമാരുടെ പിഴവുകൾ, മോശം കാലാവസ്ഥ, സാങ്കേതിക തകരാറുകൾ എന്നിവയ്ക്കൊപ്പം ഹൈജാക്കിങ്ങും ഭീകരാക്രമണങ്ങളും വ്യോമയാന മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറി. പ്രത്യേകിച്ചും 1970കളിലും 80കളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വിമാനം തട്ടിയെടുക്കൽ സംഭവങ്ങളും തുടർന്ന് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണവും വിമാനത്താവളങ്ങളിലെയും വിമാനങ്ങൾക്കുള്ളിലെയും സുരക്ഷാ പരിശോധനകളെ പൂർണ്ണമായും മാറ്റിയെഴുതി. വിമാനത്താവളങ്ങളിൽ അത്യാധുനിക സ്കാനിംഗ് മെഷീനുകൾ, കോക്പിറ്റ് വാതിലുകൾ, യാത്രക്കാർക്ക് തുറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ, യാത്രക്കാരുടെ വ്യക്തിഗത വിവരങ്ങളുടെ കർശനമായ പരിശോധന എന്നിവ ഇതിൻ്റെ ഭാഗമായി നിലവിൽ വന്നു. മറ്റൊന്ന് കോക്പിറ്റിലെ ജീവനക്കാരുടെ ആശയവിനിമയവും പ്രവർത്തന രീതിയുമാണ്. മുൻകാലങ്ങളിൽ ക്യാപ്റ്റൻ പറയുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുവാൻ സഹപൈലറ്റുമാർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ പല അപകടങ്ങൾക്കും കാരണം ഇത്തരം ഏകാധിപത്യ തീരുമാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ക്രീവ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന തരത്തിൽ പുതിയ രീതിശാസ്ത്രം പോലും നടപ്പിലാക്കി. ഇതനുസരിച്ച് കോക്പിറ്റിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ആശയവിനിമയം കൂടുതൽ സുതാര്യമാക്കാനും സാധിച്ചു. കൂടാതെ വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിടിക്കുന്നത് ഒഴിവാക്കാൻ TCAS സംവിധാനവും ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ നിർബന്ധമാക്കിയതും അപകടങ്ങളുടെ കാരണം കൃത്യമായി കണ്ടെത്താനും ഭാവിയിൽ അവ ആവർത്തിക്കാതിരിക്കാനും സഹായിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും റഡാർ സാങ്കേതിക വിദ്യകളുടെ അഭാവവും ഉയർത്തിയ ഭീഷണികളെ മറികടക്കാൻ സാറ്റലൈറ്റ് അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനങ്ങളും തത്സമയ കാലാവസ്ഥാ വിവരങ്ങൾ നൽകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇന്നുണ്ട്. വിമാനം പറന്നുയരുന്നതിനും നിലത്തിറക്കുന്നതിനുമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റുമാർക്ക് കൃത്യമായ വഴികാട്ടൽ എയർ ട്രാഫിക് കൺട്രോളിന് ഇന്ന് സാധിക്കുന്നു. വിമാനങ്ങളുടെ നിർമ്മാണത്തിലും എഞ്ചിനുകളുടെ കാര്യക്ഷമതയിലും വന്നിട്ടുള്ള കൃത്യതയും സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോ പൈലറ്റ് സംവിധാനങ്ങളും അപകട സാധ്യതകളെ വലിയ അളവിൽ കുറച്ചിട്ടുണ്ട്. എന്നാൽ സുരക്ഷ എത്രത്തോളം വർദ്ധിച്ചുവോ അത്രത്തോളം പുതിയ ആശങ്കകളും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ, വിമാന സംവിധാനങ്ങളിലേക്ക് കടന്നുകയറാനുള്ള ഹാക്കർമാരുടെ ശ്രമങ്ങൾ, അത്യാധുനിക AI സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന വീഴ്ചകൾ എന്നിവ പുതിയ വെല്ലുവിളികളായി ഉയർന്നു വരുന്നു. എന്നിരുന്നാലും ഓരോ വലിയ ദുരന്തത്തെയും കഠിനമായ പാഠമായി ഉൾക്കൊണ്ട് സ്വയം തിരുത്തി മുന്നേറിയ ചരിത്രമാണ് വ്യോമയാന മേഖലയ്ക്കുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോടിക്കണക്കിന് ആളുകൾ ദിവസേന സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായ മാധ്യമമായി വിമാനങ്ങൾ മാറിയത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സുരക്ഷാ മുൻകരുതലുകളുടെയും സാങ്കേതിക വിപ്ലവത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ്. എന്നാൽ ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന യാന്ത്രിക തകരാറുകൾ പലപ്പോഴും കടുത്ത ആശങ്ക സൃഷ്ടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം
ന്യൂയോർക്കിൽ നിന്ന് 198 യാത്രക്കാരുമായി പോർട്ടോറിക്കയിലേക്ക് പറന്നുയർന്ന ഡെൽറ്റ എയർലൈൻസിൻ്റെ യാത്രാ വിമാനം നേരിട്ട അടിയന്തര സാഹചര്യവും തുടർന്ന് നടന്ന സുരക്ഷിത ലാൻഡിങ്ങും ഇതിനൊരു ഉദാഹരണമാണ്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്തിൽ ഇന്ധന ചോർച്ചയും തുടർന്ന് കോക്പിറ്റിൽ കടുത്ത പുകയും ദുർഗന്ധവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാരുടെയും എയർ ട്രാഫിക് കൺട്രോളിൻ്റെയും സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സാൻ ഹുവാനിലെ ലൂയിസ് മുനാസ് മരിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ച ഡെൽറ്റ ഫ്ലൈറ്റ് DL1859 എന്ന എയർബസ് A321 നിയോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സാധാരണ നിലയിൽ പറന്നുയർന്ന വിമാനം ക്രമേണ ഉയരം കൂട്ടുന്നതിനിടയിലാണ് ഇന്ധന ചോർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് 23,000 അടി ഉയരത്തിൽ യാത്ര പരിമിതപ്പെടുത്താൻ പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിനോട് ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കകം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും വിമാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വിമാനം തിരികെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് തിരിച്ചയക്കാൻ അനുമതി തേടുകയുമായിരുന്നു. വിമാനം തിരിച്ചിറങ്ങുന്ന ഘട്ടത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. കോക്പിറ്റിൽ കനത്ത പുകയും അപരിചിതമായ ദുർഗന്ധവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റുമാർ ഓക്സിജൻ മാസ്കുകൾ ധരിച്ചു. ഇന്ധന ചോർച്ചയാണോ അതോ മറ്റ് യാന്ത്രിക തകരാറുകളാണോ ഇതിന് കാരണമെന്ന് ആ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിമാനത്തിൽ ഏകദേശം 27,400 പൗണ്ട് ഇന്ധനം ബാക്കിയുണ്ടായിരുന്നതിനാൽ സാധാരണ അളവിൽ കൂടുതൽ ഭാരത്തോടെയായിരുന്നു വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. കടുത്ത ഭാരമുള്ളതിനാൽ ബ്രേക്കുകൾ അമിതമായി ചൂടാകാനും തീപിടിക്കാനും സാധ്യതകൾ ഏറെയായിരുന്നു. ഇതിനാൽ എൻജിൻ ത്രസ്റ്റ് റിവേഴ്സുകൾ ഉപയോഗിക്കില്ല എന്നും വീൽ ബ്രേക്കുകളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്നും പൈലറ്റുമാർ റൺവേയിലെ റെസ്ക്യൂ ടീമിന് മുന്നറിയിപ്പ് നൽകി. കെന്നഡി വിമാനത്താവളത്തിലെ റൺവേ 31L അടിയന്തര ലാൻഡിങ്ങിനായി മുൻഗണന നൽകുകയും അഗ്നിശമന സേനയടക്കമുള്ള മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും സജ്ജമാക്കുകയും ചെയ്തു. പൈലറ്റുമാരുടെ കടുത്ത ഏകാഗ്രതയും എയർ ട്രാഫിക് കൺട്രോളിൻ്റെ മികച്ച ഏകോപനവും കാരണം വിമാനം അപകടമൊന്നും കൂടാതെ സുരക്ഷിതമായി നിലത്തിറങ്ങി. ലാൻഡിങ്ങിന് ശേഷം സ്വന്തം കാര്യത്തിൽ റൺവേയിൽ നിന്ന് ടാക്സിവേയിലേക്ക് മാറ്റി വിമാനത്തിന് ചുറ്റും അടിയന്തര രക്ഷാസേന തടിച്ചുകൂടുകയും ബ്രേക്കുകളുടെ താപനില പരിശോധിക്കുകയും തീപിടുത്ത സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. 198 യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരായി പുറത്തെത്തിയ ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകട സാധ്യത ഒഴിവാക്കിയ ശേഷം വിമാനത്താവളത്തിലെ റൺവേ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കി. ഇന്ധന ചോർച്ചയ്ക്കും കോക്പിറ്റിലെ പുകയ്ക്കും പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി എഞ്ചിനീയറിംഗ് വിഭാഗം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുമ്പോൾ പൈലറ്റുമാർ കാണിക്കുന്ന മനസാന്നിധ്യവും അടിയന്തര രക്ഷാസേനയുടെ കൃത്യമായ പ്രവർത്തനവുമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യജീവനുകളെ രക്ഷിച്ചതെന്ന് വ്യക്തമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.